ഒപ്പം തന്നെ സിജോ, ഈ പ്രോസിക്യൂഷൻ ഇതിൽ പ്രധാനമായും പറഞ്ഞത് പ്രോസിക്യൂഷനോട് രേഖകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ തെളിവുകൾ ഹാജരാക്കാമെന്നും പ്രോസിക്യൂഷൻ പറയുകയുണ്ടായി. അപ്പോൾ അതിനെ പ്രതിഭാഗം വാദിച്ചത് അതുവരെ അറസ്റ്റ് തടയണമെന്നാണ്. പക്ഷേ കോടതി അതിൽ എന്ത് മറുപടിയാണ് ഈ കാര്യത്തിൽ നൽകിയത്? ഇക്കാര്യത്തിൽ കോടതി ഒരു കാര്യം പറഞ്ഞിട്ടില്ല, വ്യക്തത പറഞ്ഞിട്ടില്ല, ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല. ആ തീരുമാനം എന്താണെന്നുള്ളത് സംബന്ധിച്ച് കോടതിയുടെ ഓർഡർ വരുമ്പോൾ മാത്രമാണ് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ഈ രേഖകൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് അത് പരിശോധിക്കുന്നതിന് എന്തായാലും സ്വാഭാവികമായും കുറച്ച് സമയം വേണ്ടി വരും. ആ സമയം വരെ അറസ്റ്റ് തടയണമെന്നുള്ള ആവശ്യം പ്രതിഭാഗമാണ് കോടതിയിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ പ്രോസിക്യൂഷനാണ് പറയുന്നത് അത്തരത്തിലൊരു ഉറപ്പ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നൽകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം പറയുന്നത്. ഇനി അറസ്റ്റ് തടയണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വാദത്തിന്റെ ഭാഗമായി ഒരാവശ്യം രാഹുൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ എന്ത് തീരുമാനം എന്നത് സംബന്ധിച്ച് ജില്ലാ കോടതിയുടെ ഓർഡർ വരുമ്പോൾ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ സിജോ, ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിലാകെ 2 പ്രതികളാണ്. ഇപ്പോൾ 2ാം പ്രതിയും ഇതുവരെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അന്വേഷണ സംഘം നിലവിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഒരു തെരച്ചിലാണ് ഈ പ്രതികൾക്കായിട്ട് ഈ ഘട്ടത്തിൽ നടത്തുന്നത്? ഇവർ 2 പേർക്കുമായിട്ടുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികൾ കേരളം വിട്ടുപോയി എന്നുള്ള സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആദ്യം തമിഴ്നാട്ടിലേക്കും പിന്നെ കർണാടകയിലേക്കുമാണ് കടന്നിരിക്കുന്നത്. രാഹുൽ മാങ്കുളത്തിലും അതോടൊപ്പം തന്നെ സുഹൃത്ത് ടോണിയും ഇവിടെ അവരുടെ അടുത്ത ബന്ധമുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയാണ് വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ മാറി മാറി താമസിക്കുന്നത്. ഇവർ 2 പേരും ഇവർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകൾ പാലക്കാട് തന്നെ അല്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ ആണ് വെച്ചിട്ട് പോയിരിക്കുന്നത്. അതിനുശേഷം മറ്റു സുഹൃത്തുക്കളുടെയും ഒക്കെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില ആളുകളിലേക്ക് ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കേരളം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. അപ്പോൾ കേരളം വിട്ടു പോയിട്ടില്ല എന്നുള്ള ചില വിവരങ്ങളാണ് കിട്ടിയിരുന്നത്. അതിനുശേഷം അവിടുന്ന് കേരളത്തിൽ നിന്ന് പോയതിനു ശേഷമാണ് അന്വേഷണ സംഘം കേരളത്തിന് പുറത്തേക്ക് ഇതിന്റെ തെരച്ചിൽ വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു തീരുമാനം വന്നതിന് പിന്നാലെ രാഹുലിനെയും അതോടൊപ്പം തന്നെ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ശരി സിജോ, വി ജോൺ, ഈ മണിക്കൂറിൽ തന്നെ സിജോയിലേക്ക് ഞാൻ വീണ്ടും മടങ്ങിയെത്താം.